സാധാരണഗതിയിൽ ഈ ചിലപ്പോൾ ആൾക്കാർ ഈ പാമ്പ് കടിയേറ്റ സ്ഥലത്ത് മുറിവുണ്ടാക്കും, അവിടെ കെട്ടും, അവിടെ ചിലപ്പം വിഷം വലിച്ചൂറ്റി കളയാൻ ശ്രമിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നാട്ടിലുള്ള മുറയത്. അത് നഗരത്തിലുള്ള ആൾക്കാരും അതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അവിടെ കെട്ടിക്കളയാം, തുണി കൊണ്ട് കെട്ടിക്കിടും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ മുറിക്കുമ്പോഴത്തേക്കും കൂടുതൽ ക്യാപ്പിലറീസ് ഓപ്പൺ അപ്പ് ചെയ്യും, വെനം കൂടുതൽ സ്പീഡോടെ ചെയ്യും. അതുപോലെ സക്ഷൻ ചെയ്തുകൊണ്ട് വെനം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. മാത്രമല്ല സക്ഷൻ ചെയ്യുന്ന ആളുടെ ഓറൽ വായിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അയാൾക്ക് ഇൻഫെക്ഷൻ വരാം. അതുപോലെ ഒരിക്കലും ഐസ് വെക്കാൻ പാടില്ല, കറണ്ട് ഇടിപ്പിക്കാൻ പാടില്ല, പിന്നെ ആൾക്ക് ആഹാരം കൊടുക്കാൻ പാടില്ല, വെള്ളം കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിഷ്യലി ഇത് ഡോണ്ട് ഡൂസ് വരുന്നതാണ്. ഡോക്ടർ രാജഗോപാൽ, എനിക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ചൂടെന്ന് അസഹ്യമായ ചൂടാണ്. അപ്പോൾ KSEBക്ക് ഒന്നും ഉറക്കമില്ല, ആകെ അവർ പെട്ട് കിടക്കുക. അപ്പോൾ അവർ രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. കരിയും മഴയിലാണ് അവരുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഈ ചൂട് ഈ അടുത്ത മാസങ്ങളും കാണാൻ കുറയോ, ജൂൺ ജൂലൈ ഒക്കെ വരാൻ പോവാണല്ലോ. അങ്ങയുടെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് കാര്യത്തിൽ? ചൂടിപ്പോ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ വ്യത്യാസം വരും. മഴ പെയ്തു, പ്രീ മൺസൂൺ ഷവേഴ്സ്. പാമ്പുകൾക്ക് ഒരു ആശ്വാസമായിരിക്കും. പാമ്പുകൾക്ക് ആശ്വാസം, നമുക്ക് ആശ്വസിക്കാൻ വകയില്ല. കാരണം പാമ്പുകൾ തവളെ പിടിക്കാൻ ഇറങ്ങും ആ സമയത്തും തവളകളുടെ ഇര പിടിക്കണമല്ലോ. അവര് ആ സമയത്തും കാണും. ഇപ്പൊ ചൂട് കൊണ്ടാണെങ്കിൽ അവർക്ക് ജീവിക്കണമല്ലോ, ആഹാരം കഴിക്കണമല്ലോ. ആ സമയത്ത് ഇറങ്ങും. അതുകൊണ്ട് ആ സമയത്ത് സൂക്ഷിക്കേണ്ടത് പുറമേ ഇറങ്ങുമ്പോ ഒക്കെ സൂക്ഷിക്കണം. അപ്പോഴും ഈ നമ്മുടെ വീട്ടിലൊക്കെ ഇത് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ എനിക്ക് ഈ അവസരത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, പേടിയുള്ള ആളാണോ? പേടിയുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇല്ല. പാമ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയം ഉണ്ടല്ലോ. ഞാൻ കണ്ടിട്ടുള്ളത് ഈ പാമ്പ് എന്ന് പറയുന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ പേടിയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. പാമ്പ് എന്ന് പറഞ്ഞു, കാരണം അയ്യോ അത് പേടിയുള്ളൂ. എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, ഇപ്പോഴത്തെ ഈ ഒരു ചൂടിന്റെ മാറ്റം കൊണ്ട്, വർധനവ് കൊണ്ട്, ഇപ്പൊ നമുക്കിപ്പോ അമീബിക് ജ്വരം ധാരാളം കണ്ട്. ഇപ്പൊ കുളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ അമീബിക് ജ്വരം വരുന്നുണ്ട്. കാരണം അതിന്റെ ആ സ്ട്രക്ചർ, ആ സൂക്ഷ്മജീവിയുടെ സ്ട്രക്ചറിലും മ്യൂട്ടേഷനൊക്കെ ഉണ്ടായിട്ട് അതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ചുകൂടെ പൊട്ടൻ്റായി. അതുപോലെ തന്നെ ഈ ജീവികളുടെ വായിലും മറ്റെല്ലാ ജീവികളുടെയും, ഇപ്പൊ ചേര, തേള്, മറ്റേ കടന്നൽ പോലും അതിൻ്റെ കൊത്തുകൾ ഏറ്റപ്പോഴും ഉടൻ തന്നെ ചികിത്സ തേടണം. കാരണം ചിലപ്പോൾ ആ മാംസഭാഗം തന്നെ കട്ട് ചെയ്ത് കളയേണ്ടി വരും. അത്തരത്തിലുള്ള ബാക്ടീരിയകളുടെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്, ടെറബിൾ മ്യൂട്ടേഷൻ. മനുഷ്യൻ കടിച്ചാൽ പോലും നല്ല ചികിത്സ എടുക്കണം. മനുഷ്യൻ ആരെങ്കിലും ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ അത് ചികിത്സ എടുക്കണം. കാരണം ചിലപ്പോൾ ആ ഭാഗം ചിലപ്പോൾ നമുക്ക് ചെത്തി കളയേണ്ടി വരും. കാരണം അത് ചിലന്തി കടിച്ചു കഴിഞ്ഞാൽ, ചിലന്തി വിഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ടല്ലോ, അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് ഈ ആഗോള താപനത്തിൻ്റെയും കാലാവസ്ഥാ മാറ്റത്തിൻ്റെയും ഒരു പ്രതിഫലനമാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ചൂടിനുള്ള ഒരു കുറവെന്ന് പറയുന്നത് ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ മാറും. അതിനുശേഷം പ്രീ മൺസൂൺ ഷവേഴ്സ് ഉണ്ടാവും. ഈ സമയത്ത് പറയാനുള്ളത്, പ്രീ മൺസൂൺ ഷവേഴ്സ് ഒരു നിശ്ചിത സമയം, അതായത് 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് ഇൻറ്റൻസ് ഷവേഴ്സ് ആയിരിക്കും. വളരെ തീവ്രമായ മഴ നഗരപ്രദേശങ്ങളിൽ പെയ്യാൻ സാധ്യതയുണ്ട്. നഗരപ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ കുറവുണ്ട്. 0 km/s കാറ്റ്, അതായത് കാറ്റില്ല. ഈ താപനിലയിലെ വ്യതിയാനം, കടലും കരയും തമ്മിൽ താപനില വ്യതിയാനമില്ല. കടക്കാറ്റും കരൽക്കാറ്റും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ മഴ കൂടുതലും നഗരഭാഗങ്ങളിലാണ് കേന്ദ്രീകരിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, നമ്മുടെ കളമശ്ശേരിയിലൊക്കെ പെയ്ത പോലുള്ള കുറച്ച് സമയം കൊണ്ട് കൂടുതൽ മഴ അത് പെയ്യാനുള്ള സാധ്യത ഈ വർഷം വളരെ അധികമാണ്. നമുക്ക് മുൻകരുതലുകൾ ഈ സമയത്ത് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. എല്ലാവരും ബോധ്യം വരിക. കാരണം ഇങ്ങനെ ഈ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ബോധ്യം വരണം. അങ്ങനെ മാത്രമേ നമുക്കൊരു മുൻകരുതൽ എടുക്കാൻ പറ്റത്തുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.